കാമമോക്ഷ കാമമോക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാമസൂത്രം വാത്സല്യായനൻ എന്ത് വാത്സല്യായനം മല്ലനാഗ വാത്സല്യായന മഹർഷി ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ നിന്ന് കുറെ സംഭവങ്ങൾ എടുത്ത് പിന്നെ നമ്മുടെ യൂട്യൂബിൽ അനവധി വീഡിയോസുകൾ കണ്ട് അതിൽ നിന്ന് എനിക്ക് തോന്നിയ പിന്നെ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഇതാക്കുന്നത്. ഈ മല്ലനാഗ വാത്സല്യായന മഹർഷിയുടെ ഈ ആദ്യത്തെ പുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ തന്നെ എത്ര പേരുണ്ടെന്നറിയാം. അതായത് ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫ്രോയിഡ്, ഹാവ്ലക്ക് എല്ലിസ്, കിൻസി, ഡുറന്റ്. പിന്നെ ഐതിഹ്യങ്ങളിൽ പറയുകയാണെങ്കിൽ പ്രജാപതി, നന്ദികേശൻ, ഔദ്ധാലകി, പഞ്ചാല, ബാഭ്രവ്യൻ, ദത്തകൻ, ചാരായണൻ, സുവർണനാഭൻ, ഗോടകമുഖൻ, കർണാധികൻ, ഗണികപുത്രൻ, കുഞ്ചുകുമാരൻ. എങ്ങനെയുണ്ട് ഈ വെറൈറ്റി പേരുകളിലുള്ള അത്യാവശ്യം പഴയ ചരിത്രകാരന്മാര്, പഴയ മഹർഷിമാര്, പഴയ രാജാക്കന്മാരുടെ ഉപദേശകന്മാര്, ഇവരിൽ നിന്നൊക്കെ ഈ കാമത്തിനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് കാമസൂത്ര. അതേപോലെ തന്നെ കാമശാസ്ത്രം, ഇതില് വേദങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് വേദങ്ങളോ പൗരാണിക ഗ്രന്ഥങ്ങളോ പ്രയോജനപ്പെടുമോ എന്ന് വെച്ചാൽ ഇല്ല. ഇന്നിപ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടത് യൂട്യൂബിൽ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ട്, അതിലെത്രത്തോളം എന്തൊക്കെ സത്യങ്ങളുണ്ട് എന്നീ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നിയമവശങ്ങൾ എന്തൊക്കെ, ഇതിലെത്രത്തോളം കാര്യങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ നിയമം എന്താ ശരിക്കും 13 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ എന്ന് പറഞ്ഞാല് ലൈംഗികമായ ചുവയോടുകൂടി തുറച്ചു നോക്കിയാൽ പീഡനത്തിന് കേസെടുക്കാവുന്ന കാലാണ്. പണ്ടതില്ല, ഇതിപ്പോ നിലവില. പിന്നെ 13 വയസ്സ് മുതൽ 18 വയസ്സ്, 13 വയസ്സെന്നല്ല 18 വയസ്സിന് താഴെയുള്ള ഏതൊരു സ്ത്രീയുമായും അല്ലെങ്കിൽ കുട്ടികളുമായും കാമത്തിൽ ഏർപ്പെടുന്ന എന്ത് സംഭവം വന്നാലും അതിന് പീഡനമാക്കി കേസെടുത്ത് വർഷങ്ങളോളം ജയിലിൽ ഇടാവുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇന്ന്. പക്ഷെ ഇതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ എന്തെല്ലാം ഭരണഘടനയിൽ ഏതൊക്കെ രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത രീതിയിൽ പലരും പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാം കൂട്ടിയിട്ട് മോക്ഷം വേണ്ടേ? എല്ലാവർക്കും മോക്ഷം വേണ്ടേ? ഒരാൾക്ക് മോക്ഷം കിട്ടിയാൽ മതി. അപ്പോൾ ചെയ്ത് ഗതി കെട്ടവനും മോക്ഷം വേണം, അല്ലാത്ത